ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ഇനിയെന്നും ഭാഗം 10. ജോണും മേരിയും പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ജെയിംസിനെയും കൂട്ടുകാരെയും കണ്ട് ഒരുപാട് സന്തോഷിച്ചു. തങ്ങൾക്ക് ഒരു വിഷമഘട്ടം വന്നപ്പോൾ ബന്ധുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. എങ്കിലും തങ്ങളെ വീട്ടിലേക്ക് അതിഥിയായി വന്ന ജെയിംസിനോട് അവർ ഇഷ്ടക്കേടൊന്നും കാണിച്ചില്ല. മേരിക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കുമ്പോഴും മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജെയിംസിന്റെ കണ്ണുകൾ തന്നെ പിന്തുടരുന്നത് ദേവു അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും അത് ശ്രദ്ധിക്കാത്ത പോലെ അവൾ നടന്നു. താൻ കാരണം ആ കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് അവൾ ആഗ്രഹിച്ചു. നീ എത്ര ദിവസം ഉണ്ടാവുമ്പോടാ ജെയിംസ് ഇവിടെ? വൈകുന്നേരം ഹാളിലിരുന്ന് ചായ കുടിക്കുന്നതിനിടയ്ക്ക് ജോൺ ചോദിച്ചതും ദേവുവിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ഇരുന്നിരുന്ന ജെയിംസ് ഒന്ന് ഞെട്ടി ജോണിനെ നോക്കി. ഞാൻ കുറച്ചു ദിവസം ഉണ്ടാവും അങ്കിൾ. അവന്റെ മറുപടി കേട്ട് കൂട്ടുകാർ ആശ്ചര്യപ്പെട്ടു. ഇവിടെ ഒന്ന് തല കാണിച്ച് പെട്ടെന്ന് തന്നെ പോണമെന്ന് പറഞ്ഞവനാണ് ഇപ്പോ മറുകണ്ണ് ചാടിയിരിക്കുന്നത്. ദേവുവിനെ നോക്കി ചോര ഒറ്റ കുടിക്കുന്ന ജെയിംസിന്റെ കണ്ണുകൾ അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകിയതും അവരുടെ കണ്ണുകളും അതേ വഷളതയോടെ ദേവുവിന്റെ നേർക്ക് നീണ്ടു. കാണാൻ അത്ര ഭംഗിയൊന്നുമില്ലെങ്കിലും അവളുടെ ആകാരവടിവ് അവരെ ആകർഷിച്ചിരുന്നു. പിന്നെ ദേവു ആ വീട്ടിലെ വേലക്കാരി ആയതുകൊണ്ട് അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കും എന്നവർ കരുതി. ഓരോരുത്തരുടെയും കഴുകും കണ്ണുകൾ അവളിലൂടെ ഓടി നടന്നു. കാർ പാർക്ക് ചെയ്ത് ഹാളിലേക്ക് കയറി വന്ന ഡേവി അവിടെ ഇരിക്കുന്നവരെ കണ്ടതും അവന്റെ മുഖം ഇഷ്ടക്കേടോടെ ചുളിഞ്ഞു. കാര്യം കസിനൊക്കെ ആണെങ്കിലും അവനെയും അവന്റെ കൂട്ടുകാരുടെയും കയ്യിലിരിപ്പ് നല്ലതല്ല എന്ന് ഡേവിക്ക് നന്നായി അറിയാം. ജെയിംസിന്റെയും കൂട്ടുകാരുടെയും കണ്ണ് ദേവുവിന് മേലാണെന്ന് കണ്ടതും ഡേവിഡിന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. താൻ വന്നതുപോലും അറിയാതെ അവളുടെ ചോര ഊറ്റുന്നവരെ കാണുകയെ എല്ലാവരെയും എടുത്തിട്ടലക്കാൻ അവന് തോന്നി. ജെയിംസിന്റെ അടുത്തിരിക്കുന്നവന് ചായ കൊടുക്കുവാനായി ദേവ കുനിഞ്ഞതും തെന്നിമാറിയ സാരിക്കിടയിലൂടെ കാണുന്ന നഗ്നമായ അവളുടെ വയറിലേക്ക് ജെയിംസിന്റെ കൈ നീണ്ടതും അവന്റെ കയ്യിൽ പിടുത്തം വീണതും ഒരുമിച്ചായിരുന്നു. ഞെട്ടിത്തരിച്ച് തിരിഞ്ഞു നോക്കിയ ജെയിംസ് തന്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും പേടിയോടെ ഉമിനീരിറക്കി. തന്റെ തൊട്ടടുത്ത് തനിക്കും ജെയിംസിനും ഇടയിൽ ആയി നിൽക്കുന്ന ദേവിയെ കണ്ടതും ദേവു ഒരടി പിന്നിലേക്ക് നീങ്ങി. ഹ, ഇച്ചായ എപ്പ വന്നു? മുഖത്തെ പരിഭ്രമം മറച്ചുപിടിച്ച് ജെയിംസ് ചിരിച്ചുകൊണ്ട് ചോദിച്ചെങ്കിലും അവന്റെ മുഖത്തെ ചിരി അധിക നേരം നീണ്ടു നിന്നില്ല. ദേവി പിടിച്ചിരിക്കുന്ന കയ്യിൽ അസഹ്യമായ വേദന അനുഭവപ്പെട്ടതും ദേവി തന്റെ പ്രവൃത്തി കണ്ടു കാണുമോ എന്ന ഭയം അവനിൽ പൊട്ടിമുളച്ചു. ഇച്ചായ, വേദനയോടെ ജെയിംസ് വിളിച്ചതും അവന്റെ കൈ ഒന്നുകൂടെ അമർത്തി ശക്തിയിൽ കുടഞ്ഞിറഞ്ഞു ദേവി. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. നിന്റെ ശ്രദ്ധ ഇവിടെയൊന്നും അല്ലായിരുന്നല്ലോ, അതാ കാണാഞ്ഞത്. എപ്പ വന്നു നീ? വല്ലാത്തൊരു ഗൗരവത്തിൽ ദേവി പറഞ്ഞതും അവന്റെ മറുപടിയിൽ തന്റെ പ്രവൃത്തി അവൻ കണ്ടു എന്ന് ജെയിംസിന് ഉറപ്പായി. ആ, ഞാനേ ഇപ്പോൾ ഓർത്തത്, എനിക്ക് അർജന്റായി ഒരു ഫോൺ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ വരാവേ. അത്രയും വെപ്രാളപ്പെട്ട് പറഞ്ഞുകൊണ്ട് ജെയിംസ് തന്റെ ഫോണും എടുത്ത് പുറത്തേക്ക് നടന്നു. അവന് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു. കാരണം താൻ ചെയ്ത പ്രവൃത്തി ദേവിയിൽ ദേഷ്യമുണ്ടാക്കിയെന്ന് അവന് മനസ്സിലായി. ഇനിയും അവിടെ നിന്നാൽ തന്റെ ദേഹത്ത് അവൻ കൈവയ്ക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു. ജെയിംസിനോട് തോന്നിയ ദേഷ്യം അടങ്ങാതെ തിരിഞ്ഞു നോക്കിയ ദേവിയുടെ കണ്ണുകൾ ചെന്നു നിന്നത് തന്റെ പിന്നിൽ തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന ദേവുവിലായിരുന്നു. അവളോട് ഒന്നും പറയാതെ വന്ന ദേഷ്യം കടിച്ചമർത്തി ദേവി വെട്ടിത്തിരിഞ്ഞു നടന്നു. കുറച്ചു മുന്നോട്ട് നടന്ന് തിരിഞ്ഞു നോക്കിയ ദേവി അവിടുത്തെ കാഴ്ച കണ്ടതും കടിച്ചമർത്തിയ ദേഷ്യം അതിന്റെ പരിധി വിട്ടു. ഭദ്രേ! അലറിക്കൊണ്ടുള്ള ദേവിയുടെ വിളി കേട്ടതും ദേവു അടക്കം ആ ഹാളിൽ ഇരുന്നിരുന്ന എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വേഗം ഒരു ഗ്ലാസ് ചായ എടുത്ത് എനിക്ക് മുറിയിലേക്ക് കൊണ്ടുതാ. അത്രമാത്രം കടുപ്പിച്ചു പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറിപ്പോയി. എന്നാൽ അവന്റെ ആവശ്യം കേട്ട് ദേവു ആകെ പകച്ചു നിന്നു.
വന്നിട്ട് ഇത്രയും ദിവസത്തിനിടയ്ക്ക് ആദ്യമായാണ് തന്നോടൊരു കാര്യം ദേവി ആവശ്യപ്പെടുന്നത്. അത് അവളെ സംശയമുണ്ടാക്കി. 2 നിമിഷം അതേ നിൽപ്പ് തുടർന്നതും മുകളിൽ നിന്നും ദേവിയുടെ വിളി വന്നതും പിന്നെ ആലോചിക്കാൻ നിൽക്കാതെ അവൾ അടുക്കളയിലേക്ക് ഓടി. വേഗത്തിൽ ചായ എടുത്ത് ദേവിയുടെ റൂമിലേക്ക് നടന്നു. മുറിക്ക് പുറത്തെത്തിയതും അകത്തേക്ക് നടക്കുവാൻ അവൾക്ക് മടി തോന്നി. അവന്റെ റൂമിലേക്ക് ഇന്നേ വരെ അവൾ ചെന്നിട്ടില്ല. ആ റൂമിലേക്ക് ആര് ചെല്ലുന്നത് ദേവിക്ക് ഇഷ്ടമല്ല എന്ന് ഒരിക്കൽ മേരി പറഞ്ഞത് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഇനി നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയതും അവൾ പതിയെ വാതിലിൽ കൊട്ടി. മറുപടിയൊന്നും കിട്ടാതെ രണ്ടാമത് കൊട്ടുവാൻ കൈ ഉയർത്തിയതും ദേവി വാതിൽ വലിച്ചു തുറന്നതും ഒരുമിച്ചായിരുന്നു. ദേവുവിനെ മുന്നിൽ കണ്ടതും അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി ദേവി മുറിയിലേക്ക് തിരിഞ്ഞു നടന്നു. ചായ. അവന് നേരെ കപ്പ് നീട്ടിപ്പിടിച്ച് മുറിക്ക് പുറത്തു നിന്ന് തന്നെ ദേവു വിളിച്ചു പറഞ്ഞതും പോയ അതേ വേഗത്തിൽ തിരിച്ചു വന്ന് അവൻ അവളെ കൈ പിടിച്ച് ശക്തമായി വലിച്ചു. അവന്റെ പ്രതീക്ഷിക്കാത്ത നീക്കത്തിൽ നില തെറ്റി അവൾ അവന്റെ നെഞ്ചിൽ ഇടിച്ചു നിന്നു. അവൾ ആകെ പകച്ചുപോയി. മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ച് വരാൻ പറ്റില്ലെങ്കിൽ നാളെ തൊട്ട് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കരുത്, കേട്ടോടി. തന്റെ കൈയിൽ ബലമായി പിടിച്ച് പറയുന്നവനെ ഒന്നും മനസ്സിലാവാതെ അവൾ മിഴിച്ചു നോക്കി. എന്താണ്? അതേ സംശയത്തോടെ അവൾ ചോദിച്ചതും അവളുടെ കയ്യിലെ പിടി അവൻ ഒന്നുകൂടി മുറുക്കി. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലടി കോപ്പേ, എന്നാൽ വ്യക്തമാക്കി തരാം. ഇതുമാതിരി വൃത്തികെട്ട വേഷവും കെട്ടി ആണുങ്ങളെ വശീകരിക്കാൻ വല്ല ഉദ്ദേശവുമുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടായെന്ന്. മര്യാദയ്ക്കുള്ള ഡ്രസ് ഇട്ടിട്ട് വരാമെങ്കിൽ മാത്രം നീ ഇനി ഇങ്ങോട്ട് വന്നാൽ മതി. പറഞ്ഞു നിർത്തിയതും അവൻ അവളെ ആഞ്ഞു തള്ളി തിരിഞ്ഞു നിന്നു. നിലതെറ്റി അവൾ പിന്നിലെ ചുവരിൽ ഇടിച്ചു നിന്നു. ശരീരത്തിലെ വേദനയേക്കാൾ മനസ്സിലെ വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തന്നെ പറ്റി അനാവശ്യം പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഓ, അപ്പൊ തന്റെ അമ്മയും എന്നെ പോലെ മറ്റുള്ളവരെ വശീകരിക്കാൻ വേണ്ടിയാണോ സാരി ഉടുക്കുന്നത്? വന്ന ദേഷ്യത്തിൽ അവളും വാ വിട്ട് അവനോട് ചോദിച്ചു. ദേവുവിന്റെ ചോദ്യം കേട്ടതും ദേവി ദേഷ്യത്തോടെ പാഞ്ഞു വന്ന് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. എന്റെ അമ്മേനെ പറ്റി തോന്നിവാസം പറഞ്ഞാൽ കൊന്നു കുഴിച്ചു മുടും മോളെ. കേട്ടാൽ അറക്കുന്ന തെറിയോടെ അവൻ പറഞ്ഞതും തന്റെ കവളിൽ ഇരിക്കുന്ന കൈ അവൾ ശക്തമായി തട്ടി മാറ്റി. തന്റെ അമ്മയെ പറ്റി പറഞ്ഞപ്പോൾ തനിക്ക് പൊള്ളി അല്ലേടോ? തന്റെ അമ്മയെ പോലെ ഒരു പെണ്ണ് തന്നെ ഞാനും. തന്റെ അമ്മ ധരിക്കുന്ന വസ്ത്രം തന്നെയാ ഞാനും ഇടുന്നത്. അങ്ങനെയുള്ളപ്പോൾ എന്നെ പറ്റി അനാവശ്യം പറഞ്ഞാൽ ഞാനും തിരിച്ചു പറയും. ദേവു സകല നിയന്ത്രണങ്ങളും വിട്ട് പൊട്ടിത്തെറിച്ചു. അതേടി, എന്റെ അമ്മയും സാരി തന്നെ ഉടുക്കുന്നത്. പക്ഷെ അത് നിന്നെ പോലെ ഈ വയർ മറ്റുള്ളവരെ കാണിക്കത്തക്ക രീതിയിലല്ല, നല്ല മാന്യമായ രീതിയിലാണ് ധരിക്കാറുള്ളത്. പറഞ്ഞു നിർത്തിയതും അവൻ അവളുടെ നഗ്നമായ വയറിൽ കൈ അമർത്തി തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. ആ നിമിഷം ദേവു വല്ലാതെ തളർന്നുപോയി. അവന്റെ കൈ പതിഞ്ഞതും അവളുടെ ശരീരത്തിലൂടെ വല്ലാത്തൊരു വിറയിൽ കടന്നു പോകുന്നത് അവൾ അറിഞ്ഞു. അതേ നിമിഷം വല്ലാത്തൊരു അനുഭൂതി തന്നിലൂടെ കടന്നു പോകുന്നത് ദേവിയും തിരിച്ചറിഞ്ഞു. ദേവു തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. അന്യപുരുഷന്റെ കൈ തന്റെ ദേഹത്ത് അനുവാദമില്ലാതെ പതിഞ്ഞതും അവളിൽ വല്ലാത്ത അസ്വസ്ഥത നിറഞ്ഞു. അടുത്ത നിമിഷം കണ്ണുകൾ വലിച്ചു തുറന്ന് അവളുടെ കൈ ദേവിയുടെ കവളിൽ പതിഞ്ഞു. ദേവുവിന്റെ പ്രതീക്ഷിക്കാത്ത നീക്കത്തിൽ അവന്റെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞു. മുഖം ഉയർത്തി നോക്കിയ ദേവി ദേവുവിനെ കണ്ടപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്ന് ഓർത്തെടുത്തത്. അവൾ അമ്മയെ പറ്റി പറഞ്ഞ ദേഷ്യത്തിൽ ചെയ്തു പോയതാണ്. അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവനിൽ കുറ്റബോധമുണ്ടാക്കി. എന്തോ പറയുവാനായി മുന്നോട്ട് അടിവെച്ചതും ദേവു അവനെ കൈ ഉയർത്തി തടഞ്ഞു. താൻ ഒരടി കൂടി മുന്നോട്ട് വെച്ചാൽ പച്ചയ്ക്ക് കൊളുത്തും ഞാൻ എന്നെ തന്നെ. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അനാഥയാണ് ഞാൻ എന്ന് കരുതി എന്റെ ദേഹത്ത് എന്റെ അനുവാദമില്ലാതെ തൊട്ടാൽ അത് സഹിച്ചു നിൽക്കാൻ മാത്രം ആത്മാഭിമാനമില്ലാത്ത പെണ്ണല്ല ഞാൻ. അവളുടെ കടുപ്പിച്ചുള്ള വാക്കുകൾ അവനിൽ വല്ലാത്ത പതർച്ചയുണ്ടാക്കി. അവൾക്കു മുന്നിൽ
അവന്റെ തല കുനിഞ്ഞു. ഭദ്രേ, ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. താൻ പറഞ്ഞതല്ല ഞാൻ കേട്ടു. താൻ എന്നെപ്പറ്റി എന്ത് വേണമെങ്കിലും വിചാരിച്ചോളൂ. ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും തന്റെ അമ്മയ്ക്കും അച്ഛനും ഉൾപ്പെടെ എന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേർക്കറിയാം. അത് മതി എനിക്ക്. എനിക്ക് ഈ നിമിഷം ഇവിടുത്തെ പണി ഉപേക്ഷിച്ച് പോകാൻ അറിയാൻ പാടില്ലാതെയല്ല. അങ്ങനെ ഞാൻ പോയാൽ അതിനിടയായ കാലം കൂടി അവരോട് പറയേണ്ടി വരും. സ്വന്തം മോന്റെ പ്രവൃത്തി അറിഞ്ഞാൽ ആ അമ്മയ്ക്ക് അത് സഹിച്ചെന്ന് വരില്ല. പക്ഷേ ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ. അവനു നേരെ കൈ ചൂണ്ടി അത്രയും പറഞ്ഞ് അവൾ റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഒരു നിമിഷത്തെ ക്രോധത്തിൽ തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് ഓർത്തതും അവന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. ജെയിംസും താനും തമ്മിൽ ഇപ്പോൾ എന്താണ് വ്യത്യാസം? അവൻ കണ്ണുകൾ കൊണ്ട് അവളുടെ ദേഹത്തെ കൊത്തിവലിച്ചു. താൻ എന്തിന്റെ പേരിലാണെങ്കിലും അവളുടെ ദേഹത്ത് അനുവാദമില്ലാതെ കൈവച്ചു. ഛേ, അവന് സ്വന്തം പ്രവൃത്തിയിൽ വെറുപ്പ് തോന്നി. അവിടെ പിന്നെ നിൽക്കുവാൻ ദേവുവിന് കഴിഞ്ഞില്ല. തലവേദന എന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് നടന്നു. എന്തിനാണ് ദേവി തന്നോട് അത്രയും ദേഷ്യപ്പെട്ടത്? അവന്റെ ദേഷ്യത്തോടെയുള്ള പ്രവൃത്തിയെല്ലാം അവളെ വല്ലാത്ത നൊമ്പരമുണ്ടാക്കി. എന്തിനേയും ധൈര്യത്തോടെ നേരിടുന്നവൾ. എന്തുകൊണ്ട് അവന്റെ പ്രവൃത്തിയിൽ താൻ ഇത്രയ്ക്ക് വേദനിക്കുന്നു എന്ന് അവൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. മൂടിക്കെട്ടിയ മനസ്സോടെ വീട്ടിലേക്ക് കയറിയ ദേവു വീടിന് മുന്നിൽ ഇരിക്കുന്നവരെ കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സങ്കടവും മറന്ന് ഓടിച്ചെന്ന് അവരെ വാരിപ്പുണർന്നു. ചേച്ചിയമ്മേ, അനു, അഞ്ജു, നിറഞ്ഞ സ്നേഹത്തോടെ ദേവു വിളിച്ചതും 3 പേരുടെ കണ്ണുകളും സന്തോഷത്താൽ നിറഞ്ഞൊഴുകി. നിങ്ങൾ എന്താ പെട്ടെന്ന്? അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിറഞ്ഞ ആശങ്കയോടെ ദേവു ചോദിച്ചതും അനു പറഞ്ഞു, എന്റെ ചേച്ചിയമ്മേ, ഇങ്ങനെ പേടിക്കാതെ. അവിടെ ഒരു കുഴപ്പവുമില്ല. ഞങ്ങളുടെ എക്സാം കഴിഞ്ഞത് മറന്നോ? വെക്കേഷൻ തുടങ്ങി. ഇനി റിസൾട്ട് വന്നാൽ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രിയോ? അതൊന്നും പറ്റില്ല. എൻട്രൻസ് എഴുതി 2 ആളും നല്ല മാർക്ക് വാങ്ങി. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ ഏതെങ്കിലും ഒന്നിൽ ചേരണം. ദേവു പറഞ്ഞതും അഞ്ജുവും അനുവും സങ്കടത്തോടെ പരസ്പരം നോക്കി. അതൊന്നും ശരിയാവില്ല ചേച്ചിയമ്മേ. അതിനൊക്കെ ഒരുപാട് പൈസ ചെലവാവും. ഞങ്ങൾ ഡിഗ്രിക്ക് ചേർന്നോളാം. അതാകുമ്പോൾ അത് കഴിഞ്ഞ് വേഗം ജോലിക്ക് കയറുകയും ചെയ്യാം. അഞ്ജു പറഞ്ഞതും ദേവു ദേഷ്യത്തോടെ അവളെ തോളിൽ ഒരു തല്ല് വെച്ചു കൊടുത്തു. ഒന്നങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. നിങ്ങളോടാരാ പൈസയെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അറിയാലോ, അമ്മയുടെ ആഗ്രഹമാണ് നിങ്ങളെ നല്ല നിലയിൽ എത്തിക്കാണുക എന്നത്. ഈ ചേച്ചിയമ്മ ഉള്ളിടത്തോളം ആ ആഗ്രഹം നിറവേറ്റിയിരിക്കും. അത് പറയുമ്പോൾ പഴയ ഓർമ്മകളിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും അഞ്ജുവിനും അനുവിനും സങ്കടം തോന്നി. ആദ്യം എന്തെങ്കിലും കഴിക്കാൻ താ ചേച്ചിയമ്മേ. എന്നാലല്ലേ ചേച്ചിയമ്മ ആഗ്രഹിക്കുന്ന പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവാൻ ഞങ്ങൾക്ക് എനർജി ഉണ്ടാവുകയുള്ളൂ. അത് പറഞ്ഞതും 3 പേരും ചിരിച്ചുപോയി. കുറച്ചുനേരം ചിരിച്ച് എല്ലാവരും അകന്നു മാറി. ആഹാ, ചേച്ചിയും അനിയത്തിക്കുട്ടികളും ഇവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കണോ? ദാ അവിടെ ഒരാള് നിങ്ങളെ കാണാതെ ബഹളം വെച്ചു തുടങ്ങി. അങ്ങോട്ട് വന്നുകൊണ്ട് ഉമ്മ പറഞ്ഞതും അനുവും അഞ്ജുവും ഉമ്മയുടെ വീട്ടിലേക്ക് ഓടി. നീയും വാ മോളെ, ചായ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ന് അവിടെ നിന്ന് കുടിക്കാം. ഉമ്മയോട് സമ്മതം മൂളി ഡ്രസ്സ് മാറാനായി അകത്തേക്ക് കടന്ന ദേവുവിന്റെ മനസ്സിൽ അപ്പോഴും ഇന്ന് നടന്ന സംഭവങ്ങൾ ഒരു വിങ്ങലായി നിന്നു.